എല്ലാവർക്കും ഡ്രീം അച്ചീവേഴ്സ് PSCയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള PSCയുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള ജനറൽ സയൻസ് വിഭാഗത്തിലെ താപവും ഊഷ്മാവും എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താപം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. താപമെന്നാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് താപം. താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. താപത്തെ ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്ററാണ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. തെർമോമീറ്ററിനുള്ളിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിലാണ് കെൽവിൻ. കെൽവിൻ സ്കെയിലിൽ നെഗറ്റീവ് താപനില രേഖപ്പെടുത്താറില്ല. സാധാരണ താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിലാണ് സാധാരണയായി താപനില അളക്കുന്നത്. എന്നാൽ താപനിലയുടെ SI യൂണിറ്റ് കെൽവിനാണ്. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ജൂളാണ്. താപോർജ്ജത്തിന് അളവ് കലോറി യൂണിറ്റിലും അളക്കാറുണ്ട്. താപോർജ്ജത്തിൻ്റെ അളവ് SI യൂണിറ്റ് ജൂളിലും അളക്കാറുണ്ട്, കലോറി യൂണിറ്റിലും അളക്കാറുണ്ട്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. ശരീര താപനില അളക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ശരീരത്തിലെ താപനില അളക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് സ്കെയിലാണ് ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത്. തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനിലയാണ് അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്നത്. തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനിലയാണ് -273.15 ഡിഗ്രി സെൽഷ്യസ്. അബ്സല്യൂട്ട് സീറോ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളെയും ചലനം മുഴുവനായി നിലയ്ക്കുന്ന ഊഷ്മാവാണ്. എല്ലാ തന്മാത്രകളുടെയും ചലനവും നിലയ്ക്കുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജം 0 മാറുന്നതാണ് അബ്സല്യൂട്ട് സീറോ എന്ന് അറിയപ്പെടുന്നത്. സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം, മെൽറ്റിംഗ് പോയിന്റ്. സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം എന്നറിയപ്പെടുന്നത്, മെൽറ്റിംഗ് പോയിന്റ്. ഐസിൻ്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസിൻ്റെ ദ്രവണാങ്കമാണ് 0 ഡിഗ്രി സെൽഷ്യസ്. 273 കെൽവിനാണ് 0 ഡിഗ്രി സെൽഷ്യസ് എന്നറിയപ്പെടുന്നത്. ഐസിൻ്റെ ദ്രവണാങ്കം കെൽവിൻ സ്കെയിലിലാണ് ഓപ്ഷൻ തന്നിട്ടുള്ളതെങ്കിൽ 273 കെൽവിനാണ്. 0 കെൽവിനല്ല, 273 കെൽവിനാണ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഐസ് ദ്രാവകമായി മാറുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരാങ്കം, ഫ്രീസിംഗ് പോയിന്റ്. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനിലയാണ് ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റത്തെയാണ് അവസ്ഥാ പരിവർത്തനം എന്നറിയപ്പെടുന്നത്. ഒരു വസ്തു താപം സ്വീകരിക്കുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നത് വഴി വസ്തുവിനുണ്ടാകുന്ന ഭൗതിക മാറ്റമാണ് അവസ്ഥാ പരിവർത്തനം.
ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്ററാണ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രയോമീറ്റർ. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്ററാണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ്. ഇനി ഊഷ്മാവ്. വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. ഒരു വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവാണ് ഊഷ്മാവ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഊഷ്മാവ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് ഊഷ്മാവ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ്. ഒരു പദാർത്ഥത്തിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത. ഒരു പദാർത്ഥത്തിലെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത. സെൽഷ്യസ് സ്കെയിൽ. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി ഫാരൻഹീറ്റിന് സമമാണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിനും 273 കെൽവിനും സമമാണ്. അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റിനും 373 കെൽവിനും തുല്യമാണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റിനും 273 കെൽവിനും തുല്യമാണ്. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റിനും 373 കെൽവിനും തുല്യമാണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് 40. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവാണ് 574.25. എന്നാൽ സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഇല്ല. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് 574.25 ആണ്. എന്നാൽ സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഇല്ല. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില, ബോയിലിംഗ് പോയിന്റ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച് ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനിലയാണ് തിളനില എന്ന് പറയുന്നത്. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം, സൂപ്പർ ഫ്ലൂയിഡിറ്റി. വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി. താപനില താഴത്തെ ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും അപ്രത്യക്ഷമാവുന്ന പ്രതിഭാസം. താപനില താഴ്ന്ന് ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോഴേക്കും ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നുണ്ട്. ആ പ്രതിഭാസത്തെ അറിയപ്പെടുന്നതാണ് അതിചാലകത, സൂപ്പർ കണ്ടക്ടിവിറ്റി. അതിചാലകത കണ്ടെത്തിയത് കമർലിംഗ് ഓൺസ് ആണ്. 1911 കമർലിംഗ് ഓൺസ് അതിചാലകത കണ്ടെത്തിയത്. അതിചാലകത എന്നാൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നാൽ താപനില താഴ്ന്ന് ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നു. ആ പ്രതിഭാസത്തെയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് അറിയപ്പെടുന്നത്. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനിലയാണ് 4.2 കെൽവിൻ. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനിലയാണ് 4.2 കെൽവിൻ.
ഇനി പ്രത്യേകം ഓർത്തിരിക്കേണ്ടവയാണ്. കേവല പൂജ്യം എത്തിച്ചേരുവാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവ്. കേവല പൂജ്യമായി മാറാൻ കഴിയുന്ന താഴ്ന്ന ഊഷ്മാവാണ് -273 ഡിഗ്രി സെൽഷ്യസ്. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവല പൂജ്യമായി മാറാനുള്ള താഴ്ന്ന ഊഷ്മാവ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇത് PSC ഒത്തിരി വട്ടം ചോദിച്ചാണ്. ജലത്തിൻ്റെ ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏത്? 4 ഡിഗ്രി സെൽഷ്യസിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്ന ഊഷ്മാവാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും കൂടുതൽ സാന്ദ്രതയും അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. മെർക്കുറി ഹരമായി മാറുന്ന ഊഷ്മാവാണ് -39 ഡിഗ്രി സെൽഷ്യസ്. മെർക്കുറി ഹരമായി മാറുന്ന ഊഷ്മാവാണ് -39 ഡിഗ്രി സെൽഷ്യസ്. ജലം ഐസാകുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസാകുന്ന താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഫാരൻഹീറ്റിലും ചോദിച്ചിട്ടുണ്ട്. 98 ഡിഗ്രി ഫാരൻഹീറ്റാണ്. 310 കെൽവിൻ. മനുഷ്യൻ്റെ ശരീര ഊഷ്മാവാണ് 36 ഡിഗ്രി സെൽഷ്യസ്, 98 ഡിഗ്രി ഫാരൻഹീറ്റ്, 310 കെൽവിൻ. ഇത് മൂന്നും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. എങ്ങനെ വേണമെങ്കിലും PSC ചോദിക്കാം. ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ്, 212 ഡിഗ്രി ഫാരൻഹീറ്റ്. ജലം തിളയ്ക്കുന്ന താപനില ഫാരൻഹീറ്റിൽ എത്രയാണ്? PSC ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നാൽ 212 ഡിഗ്രി ഫാരൻഹീറ്റാണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനിലയാണ് 120 ഡിഗ്രി സെൽഷ്യസ്. അമോണിയ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന താപനില 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 500 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് അമോണിയ നിർമ്മിക്കുന്നത്. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം 1063 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്വർണത്തിൻ്റെ ദ്രവണാങ്കം. ഡങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3410 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡങ്സ്റ്റൻ്റെ ദ്രവണാങ്കമാണ് 3410 ഡിഗ്രി സെൽഷ്യസ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം -115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമുക്ക് താപവും ഊഷ്മാവും എന്നുള്ളതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിൽ വിശിഷ്ട താപധാരിതയെക്കുറിച്ചും വികിരണത്തെക്കുറിച്ചുമൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകാൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.